ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ റൂം ടൂർ ആണ് ഗൈസ്. നേരത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ റൂം ക്ലീനിങ് പരിപാടിയായിരുന്നു. അതിൽ ഞാൻ എന്റെ റൂമിൽ എന്തുണ്ടെന്നോ അങ്ങനത്തെ ഒരു കാര്യവും കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ക്ലീനിങ് പരിപാടി മാത്രം. അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പ്യൂട്ടറും കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല റീച്ചും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ലൈക്കും കമന്റും നല്ല ഷോക്കായിരുന്നു ഗൈസ്. ആപ്പാട് ഒരു സബ്സ്ക്രൈബർ മാത്രമേ അതിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരു ബ്രോ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ബ്രോയുടെ വീഡിയോസ് കാണാറുണ്ട്, നൈസായിട്ടുണ്ട്, റൂം ടൂറും കൂടെ ഒന്ന് ചെയ്യാമ്പോൾ ബ്രോ ഒന്ന് മെസ്സേജ് ായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ചെയ്തു, അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പം വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് കൂടെ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് റൂം തുറന്ന് ആദ്യം വരുമ്പോൾ തന്നെ നമ്മുടെ PC ആണ് കാണുന്നത്. ഈ PC എന്ന് പറഞ്ഞാൽ ജി ബോക്സിൽ നിന്നാണ് ബിൽഡ് ചെയ്തിട്ടിരിക്കുന്നത്. ജി ബോക്സ് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡിങ് കമ്പനിയാണ്. കാരണം മിക്ക യൂട്യൂബേഴ്സും അവിടെ നിന്നാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 8GB റാമും പിന്നെ 512GB ഇന്റേണൽ സ്റ്റോറേജ് ഒക്കെ ഉള്ളൊരു ഡിവൈസാണ്. അത്യാവശ്യം നല്ലൊരു ഫണ്ട് പൊട്ടിയിട്ടാണ് ഇത് ഇവിടെ നന്നായിട്ടിരിക്കുന്നത്. അച്ഛനാണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെൻക്യൂന്റെ ബ്രാൻഡും പിന്നെ അത്യാവശ്യം റൈസന്റെ കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ മീമോ ടേബിളിലുള്ളത്. എനിക്കൊരു കൂട്ടാണ്, മീൻസ് ബോറടിക്കുമ്പോൾ എല്ലാം സെറ്റാണ്. പിന്നെ PCയുടെ മണ്ടയിൽ നമ്മളിവിടെ ഒരു കാറും കൂടെ വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് കിട്ടിയ ഒരു കാറും കൂടെയാണ്. പക്ഷെ കാണാൻ ഒരു സെറ്റപ്പാണ് കേട്ടോ. ലുലുവിലാണ് വാങ്ങിച്ചത് തന്നത്. പക്ഷെ നല്ലൊരു എമൗണ്ട് ഉണ്ട് ഇതിന്. സോ ആരും ഇങ്ങനത്തെ പ്രൈസിനൊന്നും ഇത് വാങ്ങാതിരിക്കും. ഒരു 1000 അടുപ്പിച്ചായിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് എൻ്റെ കസിൻ ചേച്ചി ബർത്ത്ഡേക്ക് തന്ന ഒരു ഗിഫ്റ്റാണ്. ഇതിന് അത്യാവശ്യം എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. കാണാൻ ഒരു രസമുള്ളതുകൊണ്ട് തന്നെ മറ്റേ PCയുടെ മണ്ടയിൽ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാറും എടുത്ത് ഫ്രണ്ട് വെച്ചപ്പോൾ ഒരു ലുക്കായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചത് ചെറുതായിട്ട്. ഇത് ഇടയ്ക്കുള്ളത് വാങ്ങിച്ചത്, ഇടയ്ക്കുള്ള ഗിഫ്റ്റ് ആയിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഡൈക്കാസ് കാറിന് നല്ലൊരു കളക്ഷൻ തുടങ്ങണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഈ ഒരു ബൈക്കില്ലേ, അത് ഞാൻ കിഴപ്പൂത്ത് വാങ്ങിച്ചതാണ്. 1400 അടുപ്പിച്ചായിട്ടുണ്ട്. പിന്നെ ഈ SLC ഒക്കെ വെറും പ്രഹസനം മാത്രമാണ് കേട്ടോ. നല്ല മാർക്കൊക്കെ അപ്പം ഉണ്ടായിരുന്നെങ്കിലും +2 വന്നിട്ട് ആക്കങ്ങ് മാർക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ പോസ്റ്റർ ഇത് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. 2-3-4 ഒക്കെ ഇളവി വീണ് എൻ്റെ പശ നേരെ ഒട്ടിക്കാത്തതുകൊണ്ടാണ് അത് പറ്റിയത്. വീണ്ടും ഒരെണ്ണം എന്തായാലും സെറ്റാക്കി. ഇവിടെ നിന്ന് വേറൊരു രീതിയിൽ അടിപൊളിയായിട്ട് ഞാൻ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ചാലയെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ പോട്ട് വന്നിട്ട് 100 രൂപയും മോളി വെച്ചേക്കണ ഒരു ബണ്ടിൽ വന്നിട്ട് 90 രൂപയാണ്. സോ ചാലയിൽ പോയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി വാങ്ങാം. പക്ഷെ ഇത് ഞാൻ രാമചന്ദ്രന്ന് വാങ്ങിച്ചതാണ്. ഇതിന് അത്യാവശ്യം 399 വന്നിട്ടുണ്ട്. പിന്നെ ഈ കർട്ടനും അതേപോലെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും കാണാൻ ഭംഗിയും റൂമിനൊരു ഏസ്തെറ്റിക്കൊക്കെ ഈ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ രാമചന്ദ്രയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു ക്ലോക്ക്. പിന്നെ ഈ ബാക്കിൽ കാണുന്ന വിൻഡോ ഇല്ല, അത് അത്യാവശ്യം പഴകിയിട്ടുണ്ട്. എന്തായാലും കർട്ടനൊക്കെ ഇട്ട് സെറ്റാക്കണമെന്നാണ്. പിന്നെ അതേപോലെ വാങ്ങിച്ചതാണ് ഈ ഒരു ലാമ്പ്. അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. ഇതും അത്യാവശ്യം എക്സ്പെൻസ് ഒക്കെ ആയിട്ടുണ്ട്. ഒരു 699 ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഓവറോൾ ബെഡ്റൂം ലുക്ക്. അത്ര വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഈ കബോർഡ് ഞാൻ തുറക്കണുള്ള കേസ് കാരണം എന്ന് വെച്ചാൽ അതിൽ ഫുള്ള് അലങ്കോലമായിട്ട് എൻ്റെ ഡ്രസ്സ് ഒന്നും അടുക്കിയിട്ടില്ല. അതുകൊണ്ട് കാണിച്ച് നിങ്ങളുടെ ഒരു ഇതും കൂടെ കളയാനുള്ള. സോ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ പോലത്തെ വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതേപോലത്തെ വീഡിയോസ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. സോ ഇത്രയുള്ള വീഡിയോ. ബൈ.